ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ, നമ്മുടെ ജമാഅത്ത് പ്രസിഡന്റ്, സ്വാഗതം പറഞ്ഞ ജമാഅത്ത് സെക്രട്ടറി, എൻ്റെ സഹപ്രവർത്തകരായ ഇമാമിങ്ങൾ, വേദിയിലും സദസ്യരത്തിയിരിക്കുന്ന ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിൽ അംഗങ്ങൾ, രക്ഷകർത്താക്കൾ, എല്ലാത്തിനും ഉപരി ഇന്ന് ഈ അവാർഡ് ഏറ്റുവാങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തലശ്ശേരിയിൽ നിന്നും AV അബ്ദുള്ള മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കൊച്ചിയിൽ കച്ചവടത്തിനായി വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മകളുണ്ടായിരുന്നു, മറിയമ്മ എന്നാണ് പേര്. അന്ന് മുസ്ലിമീങ്ങൾ വിദ്യാഭ്യാസത്തിന് പുറംതിരിഞ്ഞൊരു കാലഘട്ടത്തിൽ ഇദ്ദേഹം അല്പം ധനാഢ്യനായിരുന്നുകൊണ്ട് തന്നെ തൻ്റെ മകളെ സ്കൂളിലും കോളേജിലൊക്കെ വിട്ട് പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ മറിയമ്മ കൊച്ചി നഗരത്തിലൂടെ ഇങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള മുസ്ലിമീങ്ങളായ കച്ചവടക്കാരെ ഇവരെ പരിഹസിക്കാൻ തുടങ്ങി. അബ്ദുള്ള മുസ്ലിയാരുടെ മോള് സ്കൂളിൽ പോവുകയോ എന്നായിരുന്നു അവരുടെ പരിഹാസം. പരിഹാസം കൊണ്ട് മറിയമ്മ പിന്തിരിയുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ കല്ലെറിയാൻ തുടങ്ങി. അവസാനം സഹിക്കവയ്യാതെ അബ്ദുള്ള മുസ്ലിയാർ തന്റെ മകൾ മറിയമ്മയെ 2 വശവും മറച്ച ഓട്ടോറിക്ഷയിലാണ് സ്കൂളിലേക്ക് വിട്ടത്. ഞാനീ വരച്ച് കാണിച്ചത് വിദ്യാഭ്യാസത്തിന്റെ വില മനസ്സിലാക്കാതിരുന്ന ഒരു കാലത്ത് മുസ്ലിം സമുദായം പഠിക്കാൻ തീരുമാനിച്ചത് പെൺകുട്ടിയോട് ചെയ്ത ദ്രോഹമാണ്. പക്ഷെ ആ പെൺകുട്ടി പഠിച്ചു. അവർ ഇംഗ്ലീഷ് മറിയമ്മ എന്ന പേരിൽ അറിയപ്പെട്ടു. അടുത്ത ആൾക്കാർ മരിച്ചു. ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കുമായിരുന്ന, ഏതാണ്ട് പ്രായമായ സമയത്ത് പോലും ഇംഗ്ലീഷിലെ പത്രങ്ങൾ വായിക്കുമായിരുന്ന, ഇംഗ്ലീഷിൽ നന്നായി സംസാരിക്കുമായിരുന്ന ഒരു സ്ത്രീയായിരുന്നു ഇംഗ്ലീഷ് മറിയമ്മ. മുസ്ലിം സമുദായം ആ ഗതിയിൽ നിന്ന് മുന്നോട്ട് ഗമിക്കുകയാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായി മുസ്ലിം സമൂഹത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ അന്തരം 131 വർഷമാണ്. 1817 കോട്ടയത്ത് CMS കോളേജ് സ്ഥാപിക്കുന്നത്. അന്നത്തെ കൊച്ചി തിരുവിതാംകൂർ മഹാറാണി ഗൗരി ലക്ഷ്മിബായി 16 ഏക്കർ സ്ഥലവും 500 രൂപയും ആവശ്യമായ തടി മുഴുവൻ കാട്ടിൽ നിന്ന് വെട്ടിയെടുക്കാനുള്ള അനുവാദവും കൊടുത്തുകൊണ്ടാണ് CMS കോളേജ് 1817 സ്ഥാപിച്ചത്. അത് കഴിഞ്ഞ് 131 വർഷം കഴിഞ്ഞ് 1948 കേരളത്തിൽ ആദ്യമായി മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഫറൂഖ് കോളേജിന് തുടക്കം കുറിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്, 131 കൊല്ലത്തെ അന്തരം ഈ സമുദായങ്ങൾ തമ്മിലുണ്ട്. നമ്മൾ ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ വില മനസ്സിലാക്കി നമ്മുടെ പെൺകുട്ടികൾ പ്രത്യേകിച്ചും പഠിക്കാൻ വേണ്ടി വല്ലാത്ത ശ്രമത്തിലാണ്. വിവാഹം പോലും വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികൾ മുസ്ലിം സമുദായത്തിൽ പഠിച്ചു കഴിഞ്ഞ് ജോലിയായിട്ട് മതി എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടികൾ അധികരിച്ചു വരുന്നു. അതിൻ്റെ ഒരു ദൂഷ്യവശം ഉണ്ടെന്നുള്ള കാര്യം വേറെയാണ്. അപ്പൊ ഏതായിരുന്നാലും നിങ്ങളുടെ ഈ ഒരു പഠിക്കാനും പഠിച്ച് ഉന്നതങ്ങളിൽ എത്തിച്ചേരാനും ഇതൊരു അവാർഡ് വാങ്ങാനുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ളത് നിങ്ങളെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാണ്, നിങ്ങൾക്ക് ഈ കിട്ടിയ ഉന്നത വിജയത്തിന്റെ പേരിൽ പല അവാർഡുകളും കിട്ടിയിട്ടുണ്ടാകും. പക്ഷെ ഈ ഇരിക്കുന്ന അവാർഡിനോളം ഇതിനൊന്നും വില ഉണ്ടാകില്ല. അത് നിങ്ങൾക്ക് നൽകുന്ന അവാർഡ് മഹല്ലാണ്. മഹൽ എന്ന് പറയുന്നത് ഈരാറ്റുപേട്ടയിലെ ഷാഫികളുടെ മിനി ഗവൺമെന്റാണ് പുത്തമ്പള്ളി മഹൽ എന്ന് പറയുന്നത്. ആ മഹലിൽ നിന്നുമാണ് നിങ്ങൾ ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ പോകുന്നത്. ഇതിനോളം വില ഒന്നിനും ഉണ്ടാകും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ വിദ്യാഭ്യാസം എന്നുള്ളത് കേവലം ജോലിക്ക് വേണ്ടി മാത്രമല്ല. ഒരു സർവേ നടത്തിയപ്പോൾ കേരളത്തിൽ 78% ആളുകളും പഠിക്കുന്നത് ജോലിക്ക് വേണ്ടിയാണ്. ബാക്കിയുള്ള ഒരു ചുരുങ്ങിയ ശതമാനം ആളുകൾ മാത്രമേ ജോലിയല്ലാത്ത മറ്റൊരു ലക്ഷ്യത്തിനു വേണ്ടി പഠിക്കുന്നുള്ളൂ. ഗാന്ധിജി വിദ്യാഭ്യാസത്തെ നിർവചിച്ചത് ഒരു മനുഷ്യന്റെ ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ വളർച്ച എന്നാണ് വ്യാഖ്യാനിച്ചത്. അത് തന്നെയാണ് ഇസ്ലാമിന്റെ വ്യാഖ്യാനം. ഒരു മനുഷ്യന് ശരീരം വളരണം, മനസ്സ് വളരണം, ആധ്യാത്മികതത്ത് വളർച്ചയുണ്ടാകണം. അപ്പോഴാണ് വിദ്യാഭ്യാസം നേടിയെന്ന് പറയാൻ കഴിയുക. അതുകൊണ്ട് ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം. വിദ്യാഭ്യാസമുള്ളവരും അഭ്യസ്തവിദ്യരൊക്കെ തന്നെയാണ് ഈ കഞ്ചാവിനും ലഹരിക്കൊക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകണം. നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ധാർമ്മിക ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം. ധാർമ്മിക രംഗത്ത് മാറ്റമുണ്ടാവുകയും ജനസേവനം ലക്ഷ്യമാക്കിക്കൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നുമായിട്ട് നിങ്ങൾ മാറരുത്. സാമൂഹ്യ സേവനം ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് സമൂഹത്തിൽ പ്രവർത്തിക്കാൻ കഴിയണം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ സമൂഹത്തോടും സമുദായത്തോടൊക്കെ കൂറുണ്ടായിത്തീരണം. നിങ്ങളുടെ വിദ്യ നിങ്ങളുടേത് മാത്രമല്ല, അത് സമൂഹത്തിൽ ഉപകരിക്കേണ്ടതാണ്. അതൊരു പൊതുസ്വത്താണ്, സ്വകാര്യ സ്വത്തല്ല എന്ന് തിരിച്ചറിയാൻ ഓരോ വിദ്യാർത്ഥികൾക്കും കഴിയണം. ഒരു സമൂഹത്തെ വളർത്താനും ഒരു സമൂഹത്തെ തളർത്താനും ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ ആയുധമാണ് വിദ്യ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് BC 400 പ്ലേറ്റോ എന്ന് പറയുന്ന ഗ്രീക്ക് തത്വചിന്തകന്റെ അടുക്കൽ ഗ്രീസിലേക്ക് കുടിയേറ്റം വർദ്ധിക്കുകയും വിദേശികൾ അധികാരം കൈയടക്കുമോ എന്നൊരു ഘട്ടത്തിൽ ഗ്രീക്കുകാർ വന്നിട്ട് അന്നത്തെ വലിയ ബുദ്ധിമാനായ പ്ലേറ്റോയോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ വിദേശികൾ അധികാരം കൈയടക്കുമെന്ന് ഞങ്ങൾക്ക് പേടിയാണ്, എന്താണ് ഒരു പരിഹാരം? അന്ന് പ്ലേറ്റോ നിർദ്ദേശിച്ചു കൊടുത്ത 3 കാര്യങ്ങളാണ്. ഒന്ന്,
ഒരു വിദേശിക്കും വിദ്യ അഭ്യസിക്കാനുള്ള അവസരം കൊടുക്കരുത്. അവരെ വിദ്യാഭ്യാസമില്ലാത്തവരെ മാറ്റി മാറ്റണം. കാരണം വിദ്യയില്ലാത്തൊരു സമൂഹത്തിന് ഒരിക്കലും അധികാര രംഗത്തേക്ക് വരാൻ കഴിയില്ല. രണ്ടാമത്, അവരെ ഒരിക്കലും സമ്പന്നരാകാൻ അനുവദിക്കരുത്. മൂന്നാമത് പറഞ്ഞു കൊടുത്തത് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഇന്നും ഫാസിസ്റ്റുകളും മുസ്ലിം സമൂഹത്തിന്റെ വിരോധികളും പ്രയോഗിക്കുന്ന അജണ്ടവും ആയുധവും ഇത് തന്നെയാണ്. അവരുടെ ടൂൾ ഇത് തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ NEP എന്ന് പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് PMC നടപ്പിലാക്കുന്ന കാര്യത്തിൽ കേരളത്തിൽ തർക്കമുണ്ട്. വിദ്യാഭ്യാസത്തിലൂടെ ഒരു ചരിത്രത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു സമുദായത്തിന്റെ ഇന്നലകളുടെ ചരിത്രങ്ങളെ ഇല്ലാതാക്കുകയാണ് സത്യത്തിൽ അതിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഞാൻ പറഞ്ഞതിനർത്ഥം നമുക്ക് വിദ്യാഭ്യാസം കൊണ്ടേ ഇനി മുന്നേറാനാകൂ, വിദ്യാഭ്യാസം കൊണ്ടേ നമ്മുടെ പിന്നോക്കാവസ്ഥ മറികടക്കാനാകൂ. സമ്പത്ത് കൊണ്ട് മറികടക്കാനാകില്ല, അധികാരം കൊണ്ട് മറികടക്കാനാകില്ല. ഈ ഒരു തിരിച്ചറിവ് ഇന്നിവിടെ അവാർഡ് ഏറ്റുവാങ്ങുന്ന ഓരോ വിദ്യാർത്ഥിനികൾക്കും ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് പഠിച്ച് എവിടെയെല്ലാം എത്താൻ കഴിയുമോ അവിടെയെല്ലാം നിങ്ങൾ എത്തിപ്പെടണം. ഈ സമൂഹത്തിൽ IASകാരും IPSകാരും ഉണ്ടാകണം. ധാരാളം ഉദ്യോഗസ്ഥരുണ്ടാകും. നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ പേട്ടയുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ കച്ചവടക്കാർ ഒരുപാടുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ വില മനസ്സിലാക്കാത്തതുകൊണ്ട് പലരും മക്കളെ വിദ്യാഭ്യാസത്തിന് വിട്ടില്ല. പല്ലാരിമംഗലം എന്നൊരു പ്രദേശമുണ്ട്, എന്റെ അടുത്ത പഞ്ചായത്താണ്. ആ പ്രദേശം ഇന്ന് കേരളത്തിൽ പ്രസിദ്ധമാണ്. കാരണം ധാരാളം സർക്കാർ ഉദ്യോഗസ്ഥരുള്ള ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണത്. ഒരു വീട്ടിൽ ഒരു ഉദ്യോഗസ്ഥനില്ലാത്ത വീട് വളരെ കുറവായിരിക്കും അവിടെ. കാരണം എന്താ? അവരതിന്റെ വില മനസ്സിലാക്കി കാലത്തിന് മുന്നേ സഞ്ചരിച്ചു. അതുകൊണ്ട് ഈ പ്രദേശവും നമുക്കും ഇനിയെങ്കിലും മുന്നോട്ട് ഗമിക്കാൻ കഴിയണം. അതിന് മഹലിന്റെ ഒരു പ്രചോദനമാണ് നിങ്ങൾക്ക് ഇവിടുന്ന് കൈമാറുന്ന അവാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് സമയം പരിമിതമായതുകൊണ്ട് അവസാനിപ്പിക്കണം. അല്ലാഹു നിങ്ങളുടെ പരിശ്രമത്തെ വിജയിപ്പിക്കുമാറാകട്ടെ, നിങ്ങളെ ഉന്നതങ്ങളിൽ എത്തിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് നിർവഹിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.